ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കാൻ പോകുന്നത് മുട്ടയും ബ്രെഡും കൊണ്ട് വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഈവനിങ് സ്നാക്സ് ആണ്. മുട്ട കാട്ടി ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്സ് ആണിത്. നിങ്ങൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇത് എങ്ങനെ തയ്യാറാക്കാമെന്ന് ഇതിന്റെ റെസിപ്പി കണ്ട് നമുക്ക് മനസ്സിലാക്കാം. വെൽക്കം ടു ദ വീഡിയോ. ഒരു പാത്രം അടുപ്പത്ത് വെച്ച് ചൂടാക്കി അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമണം മാറുന്നവരെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 സവാള കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം. സവാള സ്ലൈസ് ചെയ്തതാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. 2 പച്ചമുളക് ചെറിയ കഷ്ണങ്ങളാക്കിയത്. സവാളയും പച്ചമുളകും എല്ലാം ഒന്ന് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. സവാള ഒന്ന് ബ്രൗൺ കളർ ആകുന്നതുവരെ വഴറ്റിയെടുക്കാം. സവാള നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. സവാള നല്ല ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇനി തീ ലോ ഫ്ലെയിമിലാക്കി പൊടി ഐറ്റംസ് ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 3/4 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല പൊടി. പൊടികളുടെ പച്ചമണം മാറുന്നവരെ നന്നായിട്ട് വഴറ്റിയെടുക്കാം. പൊടികളുടെ എല്ലാം പച്ചമണം മാറി വന്നിട്ടുണ്ട്. ഇനി തീ മീഡിയം ഫ്ലെയിമിലാക്കാം. ഇതിലേക്ക് കുറച്ച് മല്ലിയില കൂടി ചേർത്ത് കൊടുക്കാം. ഫില്ലിങ്ങിനുള്ള മസാല റെഡിയായി വന്നിട്ടുണ്ട്. ഇനി തീ ഓഫ് ചെയ്ത് ഇത് മാറ്റി വയ്ക്കാം. 6 പീസ് ബ്രെഡ് സൈഡ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ബാറ്റർ തയ്യാറാക്കി എടുക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് 2 മുട്ട പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം. ബ്രെഡ് ചെറിയ കഷ്ണങ്ങളാക്കി മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. 1/4 കപ്പ് മൈദ കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പാകത്തിന് ഉപ്പ്, 1/4 കപ്പ് പാല് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. ഇതെല്ലാം ചേർത്ത് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. അടുത്തതായി ഇതെല്ലാം സെറ്റ് ചെയ്ത് നമുക്ക് വേവിച്ചെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ആ പാനിലേക്ക് ഒരു ചെറിയ പാത്രം ഇറക്കി വെച്ച് കൊടുക്കാം. പാത്രത്തിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം ഒരു ബ്രഷ് വെച്ച് നന്നായിട്ടൊന്ന് നെയ്യ് സ്പ്രെഡ് ചെയ്തെടുക്കാം. പാത്രത്തിൻ്റെ അടിയിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാനാണ് നെയ്യ് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നത്. അടുത്തതായി തയ്യാറാക്കി വെച്ചിരിക്കുന്ന ബാറ്ററിൻ്റെ പകുതി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ബാറ്റർ ഈ ഒരു കട്ടിക്കാണ് കിട്ടേണ്ടത്. അടുത്തതായി തയ്യാറാക്കി വെച്ചിരിക്കുന്ന മസാല മുഴുവനായിട്ട് ഇതിന് മുകളിലേക്ക് വെച്ച് കൊടുക്കാം. മസാല എല്ലായിടത്തും ആകുന്ന രീതിയിൽ മുഴുവനായിട്ട് വെച്ച് കൊടുക്കുക. കൈ കൊണ്ടോ സ്പൂണ് കൊണ്ടോ ഇതുപോലെ നിരത്തി സെറ്റാക്കി വെച്ച് കൊടുക്കുക. അടുത്തതായി ഒരു 3 മുട്ട പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. അത് 4 കഷ്ണങ്ങളാക്കി കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. പുഴുങ്ങി വെച്ചിരിക്കുന്ന മുട്ട ഇതിൻ്റെ മുകളിലേക്ക് നിരത്തി വെച്ച് കൊടുക്കാം. പുഴുങ്ങിയ മുട്ട മുഴുവനായിട്ട് ഇതുപോലെ നിരത്തി വെച്ചതിന് ശേഷം ബാക്കിയുള്ള ബാറ്റർ ഇതിൻ്റെ മുകളിലൊഴിച്ച് ഫില്ല് ചെയ്ത് കൊടുക്കാം. ബാറ്റർ പൂർണ്ണമായിട്ട് ഒഴിച്ച് ഇതുപോലെ ഫില്ല് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി മീഡിയം ഫ്ലെയിമിൽ 10 മിനിറ്റ് ഇത് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. 10 മിനിറ്റ് വെന്തതിന് ശേഷം അടപ്പ് തുറന്ന് നോക്കാം. ഒരു പ്ലേറ്റിലേക്ക് ഇതുപോലൊന്ന് കമഴ്ത്തി ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ ഒരു സൈഡ് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി മറു സൈഡ് ഒന്ന് വേവണം. അതിന് വേണ്ടിയിട്ട് പാത്രത്തിൽ നെയ്യ് പുരട്ടി കൊടുക്കാം. നെയ്യ് ഒഴിച്ച് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം.
വെന്ത ഭാഗം പുറത്തും വേവാത്ത ഭാഗം അകത്തുമായിട്ട് ഇത് വീണ്ടും മറിച്ചിട്ട് കൊടുക്കാം. മറിച്ചിട്ട് കൊടുത്ത് ഒരു 5 മിനിറ്റ് അടച്ചു വെച്ച് ലോ ഫ്ലെയിമിൽ വേവിച്ചെടുക്കാം. 5 മിനിറ്റ് അടച്ചു വെച്ച് മറുഭാഗവും വേവിച്ചതിന് ശേഷം സ്നാക്സ് ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. എഗ് പപ്സ് കഴിക്കുമ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള പപ്സിനെക്കാട്ടി ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്സ് ആണിത്. വളരെ ഈസി ആയിട്ടും ടേസ്റ്റി ആയിട്ടും ഇത് നിങ്ങൾക്ക് തയ്യാറാക്കാവുന്നതാണ്. വീട്ടിലെ എല്ലാവർക്കും, കുട്ടികൾക്കും മുതിർന്നവർക്കുമെല്ലാം ഇത് ഒരുപോലെ ഇഷ്ടപ്പെടും. നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. വീഡിയോ കണ്ട ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.